ഹായ്. അപ്പൊ വീണ്ടും അത് നമ്മൾ റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താന്ന് എപ്പോഴും റോട്ടിൽ കൂടി നടത്താന്ന് അല്ലേ? ഉത്സവം കഴിഞ്ഞിട്ടില്ല. ഉത്സവത്തിന്റെ ലാസ്റ്റ് ദിവസമാണെന്നല്ലേ? അപ്പൊ ഇന്ന് കാഴ്ചവരവാണ്. നമ്മുടെ ക്ഷേത്രത്തിലെ കാഴ്ചവരവ്, അതായത് നാറാത്ത് ടൗണിൽ നിന്ന് നമ്മുടെ ക്ഷേത്രം വരെയാണ്, കാക്കതിരുത്തി ക്ഷേത്രം വരെയാണ്. കണ്ണൂരാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന കുറെ പേര് കേരളത്തിന്റെ പല സ്ഥലത്തുള്ളവരും പുറത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചോദിച്ചത് എവിടെയാന്ന്? കണ്ണൂര് നാറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ഇന്ന് ക്ഷേത്രത്തിലെ കാഴ്ചയാണ്. അപ്പൊ നികിട ഫുൾ ടൈം സാരിയിലാണല്ലേ? എപ്പോഴും സാരിയുടെ അഭിപ്രായം ചോദിക്കലാണ്. ഈ തവണ എന്തായാലും ഈ സാരി കൂടി ചോദിക്കുന്നില്ല, എന്തായാലും കാണിച്ചു തരാം. തൊണ്ടയൊക്കെ പോയി. അതെ അതെ. അപ്പൊ ഇതാണ് നികിട ലുക്ക് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അതിനോടൊപ്പം അവിടെ ചേരാം അല്ലേ? ആ ദുഗുന്റെ പട്ടോട. ദുഗു അച്ഛക്ക് ഏകദേശം ഏറെക്കുറെ മാച്ചാണല്ലോ അല്ലേ? ഇന്ദുവിന് അടുത്തേലും മാച്ചാ കേട്ടോ നമുക്ക്. ഇത് നികിന്റെ അനിയത്തി സൂര്യ കേട്ടാ. ഒരു ഹായ് പറഞ്ഞേ. ഉത്സവത്തിന്റെ വെളുപ്പിൽ ഇന്ന് വെളുപ്പിലെ ഉത്സവം തീരുക. അപ്പൊ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ഇന്ന് ഉത്സവം ചെറിയൊരു വീഡിയോ അല്ലേ? ചെറിയൊരു വ്ളോഗ്. അതോടുകൂടി ഉത്സവം തീരും. ഇനി അടുത്ത വർഷം. അപ്പൊ ഇതാണ് കേട്ടോ പേന്റെ ലുക്ക്. അതെ, സ്ഥിരം കന്നഡ ഷർട്ട് മാറ്റി പിടിച്ചു. മുണ്ടിന്റെ അറ്റത്ത് അഴുക്കാക്കി അല്ലേ? പോകാം. പണി കിട്ടിയതാ, അമ്മ കൊണ്ട് തന്നതാട്ടെ. മര്യാദക്ക് ഫ്രീ ആയിട്ട് കൊടയിൽ പണി കിട്ടി സനിത. അപ്പൊ വീണ്ടും ഇതാണ് സനിത. പോയി അതും പോയി മാളി കൊടയുമായി നമ്മളെ താലോണ്ട്. അമ്മായിയാണ്, ഒരമ്മായി ചിറ്റ. തുടങ്ങിയല്ലോ ഉള്ളു ഇവിടെ നല്ല കൂടിയ. ഞാനും കൂടെ കൂടെ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ അഷ്ടനാഗക്കളം കേട്ടോ. ലാസ്റ്റ് ദിവസമാണ് അഷ്ടനാഗക്കളം ഉണ്ടാവുക. ഇതോടുകൂടി യക്ഷിക്കളം കഴിയാണ്. 8 നാഗങ്ങളാണ് കേട്ടോ. അതാണ് അഷ്ടനാഗക്കളം എന്ന് പറയുന്നത്. ഇതൊരു കാണ്ട ചടങ്ങ് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ഏട്ടൻ്റെ ഇവിടെ ഇപ്പുണ്ട്. ഇനിയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത് കുരിശിത്തടം എന്ന് പറയും. 2 കുരിശിത്തടം ഉണ്ടാവും കേട്ടോ. ഒന്ന് ഇപ്പുറം ഉണ്ടോ, ഒന്ന് ഇപ്പുറം ഉണ്ടാവും. ഇപ്പം സമയം ഏകദേശം 1:45 കേട്ടോ. രാത്രി 1:45, 2 മണിയാവാൻ വേണ്ടി പോകുന്നു. കണ്ട പന്തിനാഴിക വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് പന്തിനാഴിക വെക്കുക. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കുരിശിത്തടത്തിലേക്ക് തെക്കൻ ചൊവ്വ എന്ന് പറയും. കറുത്ത പട്ട് എടുത്തിട്ടാണ് ഈ സമയത്ത് നൃത്തത്തിൽ വരിക.
ഞാൻ 2 വർഷം മുമ്പ് ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് കാണാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഗുരുസി എന്നാണ് ഈ ഒരു ചടങ്ങിനെ പറയുന്നത് കേട്ടോ. ഗുരുസി കൊടുക്കണം എന്നാണ് പറയുക. ഇപ്പുറം കറുത്ത പട്ടെടുത്ത് ഗുരുസി കൊടുക്കും, അതിനുശേഷം അപ്പുറം കൊടുക്കും. അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരോട്, ഇതൊക്കെ ഓരോ ആചാരാനുഷ്ഠാനങ്ങളാണ്, വിശ്വാസങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ 2 ഗുരുസിത്തരം ഉണ്ടാവുമെന്ന്. ആ വാഴ വെട്ടുന്നതോടുകൂടി ഒന്നിലത്തെ കംപ്ലീറ്റ് കഴിഞ്ഞേട്ടാ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഗുരുസിത്തരത്തിലേക്കാണ്. 2 ദേവിമാരെ നൃത്തത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ പന്തീനാഴിക വെക്കുന്നുണ്ട്. പന്തീനാഴിക എന്ന് പറഞ്ഞാൽ പായസം കേട്ടോ. ഈ പായസം ദേവി തുള്ളി വന്നിട്ട് ചൂടോടുകൂടി സ്വീകരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു ചടങ്ങ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വർഷത്തെ ഉത്സവത്തിന് പരിസമാപ്തി കുറിച്ച് കേട്ടാ. ഇനി വീണ്ടും ഒരു കാത്തിരിപ്പാണ് അടുത്ത വർഷത്തെ ഉത്സവത്തിനുള്ള. എല്ലാ വർഷവും നമ്മൾ ഇതൊക്കെയാണ് കാണണമെങ്കിലും ഓരോ വർഷം വരാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ. ആ ഉത്സവം എത്തിച്ചേരുമ്പോഴുള്ള ഉത്സവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു കൂട്ടായ്മ, ആ ഒരു സന്തോഷമാണ്. വീണ്ടും കാത്തിരിക്കാം അടുത്ത വർഷത്തെ ഒരു നല്ല ഉത്സവത്തിനായിട്ട്. എല്ലാം കഴിയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിനുള്ളിലൊരു സങ്കടമാണ്, അയ്യോ തീർന്നല്ലോ, ഇനി ഒരു വർഷം കാത്തിരിക്കണ്ടേന്ന് കരുതിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.